ഹലോ, വെൽക്കം ടു കുഞ്ഞെടുക്കലാം. അപ്പൊ ഇന്ന് നമ്മളെ ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ, നമ്മളുടെ സ്വന്തം അവിയൽ. ഈ അവിയൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തൈര് ചേർക്കാതെ പച്ചമാങ്ങ ചേർത്തിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ചേനയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, വളരെ കുറച്ച് പച്ചക്കറികളെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ മുരിങ്ങയ്ക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ മുരിങ്ങയ്ക്ക നടു ഒന്ന് കീറിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ കറിക്കായാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നേന്ത്രക്കായ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നേന്ത്രക്കായാണ് ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ ഞാൻ ഇതിലേക്ക് കത്രിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. കത്രിക്ക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആണ് കത്രിക്ക ഇട്ട് കൊടുക്കുമ്പോൾ അവിയലിന്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അച്ചിങ്ങ പയറാണ്. അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് ബീൻസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് ഒന്ന് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പം ഇത്രയും പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ മാങ്ങ വന്നിട്ട് ഇതിന്റെ കൂടെ ഇട്ട് വേവിക്കണ്ട കേട്ടോ. ഈ കഷ്ണങ്ങളെല്ലാം പകുതി വെന്തതിന് ശേഷം മാത്രം മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. കാരണം മാങ്ങ പെട്ടെന്ന് വെന്ത് പോകും. അതുകൊണ്ട് നമുക്കിതൊന്ന് പകുതി വേവിച്ചതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരുപാടങ്ങ് വെള്ളം വേണ്ട. ഇതിപ്പോ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം കഷ്ണങ്ങളെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതേപോലെ നീളത്തിൽ കീറി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നിങ്ങളുടെ പുളിക്കനുസരിച്ചുള്ള മാങ്ങ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ ഈ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന്റെ അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ ആ കഷ്ണത്തിന് ആവശ്യത്തിനുള്ള തേങ്ങ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ എത്ര കഷ്ണം എടുക്കുന്നോ അതിനനുസരിച്ചുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. ഒന്ന് ഒതുക്കി എടുത്താൽ മാത്രം മതി, വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പൊ നമ്മളുടെ കഷ്ണങ്ങളെല്ലാം നല്ല വെന്തിട്ടുണ്ട്. അപ്പൊ വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് വേവിച്ചങ്ങ് ഉടയ്ക്കണ്ട, കഷ്ണങ്ങൾ ഒന്ന് കടിക്കുന്ന മാതിരി വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ആ മിക്സി കഴുകി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അരപ്പെല്ലാം കഷ്ണത്തിൽ ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ അരപ്പെല്ലാം കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പാകം മതിയാകും. അധികം വെള്ളമൊന്നുമില്ലാതെ ഈ ഒരു പാകത്തിന് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ആ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്ന മാതിരി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പൊ ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഒക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത്. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം. നല്ല വെന്ത വെളിച്ചെണ്ണയുടെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ നമ്മളുടെ പച്ചമാങ്ങ ഇട്ട് ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ അവിയൽ. അപ്പൊ തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പച്ചമാങ്ങ ഇട്ടിട്ട് അവിയൽ വെക്കുന്നത്. അപ്പൊ നിങ്ങളും മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് അവിയൽ വെച്ച് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്